നമസ്കാരം. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു ചരിത്രപരമായ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ വെച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ച സുവേന്ദു അധികാരി ഇക്കുറി മമതയുടെ സിറ്റിംഗ് സീറ്റായ ഭവാനിപൂരിലും ജനവിധി തേടുകയാണ്. BJP പുറത്തുവിട്ട ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ സുവേന്ദു അധികാരിയെ ഭവാനിപൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ബംഗാൾ തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു അഭിമാന പോരാട്ടമായി മാറിയിരിക്കുന്നു. അഴിമതിക്കും കുടുംബവാഴ്ചയ്ക്കുമെതിരെയുള്ള BJPയുടെ പോരാട്ടത്തിന് ഈ സ്ഥാനാർത്ഥിത്വം കൂടുതൽ കരുത്തു പകരുന്നു. നന്ദിഗ്രാമിലെ വീരപുത്രനായി അറിയപ്പെടുന്ന സുവേന്ദു അധികാരി ഇത്തവണ നന്ദിഗ്രാമിലും ഭവാനിപൂരിലും ഒരേ സമയം മത്സരിക്കുന്നു എന്നത് BJPയുടെ ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2021 നന്ദിഗ്രാമിൽ തോറ്റ മമതാ ബാനർജി പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ഭവാനിപൂരിൽ നിന്ന് നിയമസഭയിലെത്തിയത്. എന്നാൽ ഇക്കുറി മമതയുടെ തട്ടകത്തിൽ ചെന്ന് അവരെ പരാജയപ്പെടുത്തുമെന്ന ദൃഢനിശ്ചയത്തിലാണ് അധികാരി. നന്ദിഗ്രാമിൽ ഞാൻ അവരെ തോൽപ്പിച്ചു, ഇത്തവണ ഭവാനിപൂരിലും അവരെ പരാജയപ്പെടുത്തി മുൻ മുഖ്യമന്ത്രി എന്ന പേര് ചാർത്തിക്കൊടുക്കുമെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബംഗാളിലെ മാറുന്ന രാഷ്ട്രീയക്കാറ്റിൻ്റെ സൂചനയാണ്. ഭവാനിപൂരിലെ വോട്ടർ പട്ടികയിൽ വൻതോതിൽ ക്രമക്കേടുകൾ നടന്നതായും മരണപ്പെട്ടവരുടെയും താമസം മാറിയവരുടെയും പേരുകൾ വെട്ടിമാറ്റിയപ്പോൾ മമതയുടെ മണ്ഡലത്തിൽ മാത്രം വലിയ മാറ്റങ്ങൾ വന്നതായും BJP പ്രധാന ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. 2025 കണക്കുകൾ പ്രകാരം ഭവാനിപൂരിൽ 44,000-ലധികം വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടത് ഭരണകൂടം നടത്തിയ വോട്ട് തിരിമറികൾക്കെതിരെയുള്ള BJPയുടെ പോരാട്ട വീര്യത്തിന് ശക്തി പകരുന്നു. ജനവികാരം തങ്ങൾക്കൊപ്പമാണെന്നും യഥാർത്ഥ വോട്ടർമാർ തൃണമൂലിൻ്റെ അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ കാത്തിരിക്കുകയാണെന്നും BJP നേതൃത്വം വിശ്വസിക്കുന്നു. മമതാ ബാനർജിയുടെ ഭരണത്തിൽ ബംഗാൾ പിന്നോട്ട് പോയെന്നും വികസനത്തെക്കാൾ കൂടുതൽ പ്രീണന രാഷ്ട്രീയത്തിനാണ് അവർ മുൻഗണന നൽകുന്നത് എന്നുമാണ് BJPയുടെ പ്രധാന ആരോപണം. സുവേന്ദു അധികാരിയെ പോലെയുള്ള കരുത്തനായ ഒരു നേതാവ് മമതയുടെ കോട്ടയിൽ നേരിട്ട് പോരാട്ടത്തിന് ഇറങ്ങുന്നത് അണികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. ഏപ്രിൽ 23, 29 തീയതികളായി നടക്കുന്ന വോട്ടെടുപ്പിൽ ബംഗാൾ ജനത മാറ്റത്തിന് വോട്ട് ചെയ്യുമെന്നും മെയ് 4 പുറത്തു വരുന്ന ഫലം പശ്ചിമ ബംഗാളിൽ പുതിയൊരു വികസന യുഗത്തിന് തുടക്കമിടും എന്നുമാണ് BJP ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.